മിനറൽ വാട്ടർ ചെയ്ത് എങ്ങനെ ഒരു ബിസിനസ് സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രവാസികൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ബിസിനസ് സാധ്യതകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ അവിടെ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കുറച്ചും കൂടി ചാൻസ് എളുപ്പത്തിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇതിന് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആണ്. മിനറൽ വാട്ടറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യം ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആണ്. പിന്നെ നമുക്ക് ഇതിന് വരുന്ന മെറ്റീരിയൽസ്, അതായത് ഫില്ലിംഗ് ആൻഡ് പാക്കിംഗ് മെഷീൻസ് ആണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. അതിന് നമുക്ക് ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെഷീൻ 6 ലക്ഷം രൂപയുടെ മുകളിൽ വരെ വില വരും. പക്ഷെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇറക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യാനും കൂടി പറ്റും. അതും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. അല്ലാണ്ട് അയ്യോ ഞങ്ങൾ ഇത്ര മാത്രം എമൗണ്ട് ഇതിലേക്ക് ചെലവഴിക്കണല്ലോ എന്ന് ആലോചിക്കാണ്ട് നമ്മളിത് ഇത്രമാത്രം കോസ്റ്റ് അതിൽ ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം കൂടി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്നും കൂടി ഉള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കാം. അപ്പോൾ നമുക്കിതിന് ഫില്ലിംഗ് ആൻഡ് പാക്കിംഗ് ചെയ്യാനുള്ള മെഷീൻസ് വേണം. നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ മതി. ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ ഫില്ലിംഗ് ആൻഡ് പാക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് തപ്പി കഴിഞ്ഞാൽ അത് സെയിൽ ചെയ്യുന്നതായിട്ട് ഒരുപാട് കോൺടാക്ട് അതിൽ കിട്ടും. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റീസണബിൾ റേറ്റിന് തന്നെ അത് മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ്, ബോട്ടിൽസ്, ക്യാപ്പ്, അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് അതൊരു 1.5 ലക്ഷം രൂപ. അപ്പോൾ ഇതെല്ലാം അടക്കം ഒരു 7.5-8 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് നമുക്കൊരു മിനറൽ വാട്ടർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനൊരു ബിൽഡിംഗ് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ മെഷീൻസും ഇതിന്റെ ബൾക്കായിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളും എല്ലാതും നമുക്ക് സെക്യൂർ ആക്കി നീറ്റാക്കി വെക്കാം. എപ്പോഴും മിനറൽ വാട്ടർ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കുടിവെള്ളം എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നിങ്ങൾ പ്യൂരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് എത്തിക്കുക. കാരണം എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിൽ ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ ഇഷ്യൂകളിലേക്ക് ടിവിയിലും ന്യൂസിലും അങ്ങനെ ഒരുപാട് ഇഷ്യൂകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ള മേഖലയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോട്ടിൽസും നിങ്ങളുടെ വാട്ടറും എത്രത്തോളം പ്യൂരിഫൈ ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നോക്കാം കേട്ടോ. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന് 7.5 ലക്ഷം രൂപയാണ് ഇതിന് ആവശ്യം. 7-8 ലക്ഷം രൂപയാണ് ഇതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരിക. ഇനി നമുക്കിത് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം? നമുക്ക് ഏറ്റവും കൂടുതൽ ലോക്കൽ ഷോപ്പുകളെ ആയിട്ട് സംസാരിച്ച് അവിടെ വെക്കാം. പക്ഷെ അവിടെ നമുക്ക് വിജയ സാധ്യത കുറവായിരിക്കും. കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ 3-4 കമ്പനികളിലൊക്കെ മിനറൽ വാട്ടർ ബോട്ടിൽസ് ഈ ലോക്കൽ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലാറ്റുകള്, ഹോസ്പിറ്റലുകള്, കാറ്ററിംഗുകാര്, ഇങ്ങനെ 3 സ്ഥലത്ത് പോയി നിങ്ങൾ സംസാരിച്ച് അവരായിട്ട് ഒരു കമ്മീഷനൊക്കെ കൊടുത്ത് അവരായിട്ടൊരു ടച്ചപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിജയ സാധ്യത എളുപ്പത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ 3 മേഖല. അത് ഫ്ലാറ്റുകളിലും ഹോസ്പിറ്റലുകളിലും ഇപ്പൊ കാറ്ററിംഗുകാര് ഈ ടേബിൾ സെറ്റിംഗ് ഒക്കെ കാരണം ബോട്ടിൽസ് ആണ് ഓരോരുത്തർക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ബോട്ടിൽസ് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്കൊക്കെ ഒരു കമ്മീഷനൊക്കെ കൊടുത്ത് നിങ്ങളത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൺലൈൻ ത്രൂ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുഖേനയൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രത്തോളം വിജയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തോരം എഫിഷ്യന്റ് ആണ് എന്നതിലാണ് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഈ പറഞ്ഞ ഐഡിയകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ഇടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് ഇതിന് കിട്ടും. ഇന്നത്തെ ഒരു ചൂടിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വിജയ സാധ്യത കൂടുതലുള്ള ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇതേപോലെയുള്ള ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.